കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. കനത്ത പോലീസ് സുരക്ഷയിലായിരിക്കും ഗോവിന്ദചാമിയെ തൃശൂരിലുള്ള അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുക. 14 ദിവസത്തെ റിമാൻഡിലാണ് നിലവിൽ ഗോവിന്ദചാമി ഉള്ളത്. ഫെലിക്സും ലിഷോയും ഉണ്ട് വിശദവിവരങ്ങൾ നൽകാനായി. ആദ്യം ഫെലിക്സിലേക്ക്. ഫെലിക്സ്, അല്പസമയത്തിനകം തന്നെ ഗോവിന്ദചാമിയെ പുറത്തേക്ക് ഇറക്കുമോ? പോലീസ് സന്നാഹം എത്രത്തോളം? വിശദവിവരങ്ങൾ എന്തൊക്കെ ഫെലിക്സ്? ഗോവിന്ദചാമിയെ പുറത്തേക്ക് എത്തിക്കും. പുറത്ത് വാഹനങ്ങൾ തയ്യാറായിട്ടുണ്ട്. വാഹനത്തിനൊപ്പം പോലീസിന്റെ വലിയ സന്നാഹവുമുണ്ട്. ഉടൻ തന്നെ തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഈ ഗോവിന്ദചാമിയെ കൊണ്ടുപോകും. കണ്ണൂരിലെ പോലെ തന്നെ അതീവ സുരക്ഷാ ജയിലാണ് വിയ്യൂരും. പക്ഷേ കണ്ണൂരിൽ സംഭവിച്ചത് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതീവ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ കോടതിയിൽ കൊണ്ടുപോയ സമയത്തും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ സമയത്തും വലിയ രീതിയിലുള്ള സുരക്ഷ ഉണ്ടായിരുന്നു. അതായത് ഈ പോലീസ് വാനിൽ ഈ വാഹനത്തിനുള്ളിൽ പോലീസ് വാഹനത്തിനുള്ളിൽ ഒരു വാനാണ്. വാനിൽ നിറയെ പോലീസുകാരുണ്ടാകും. അതിനൊപ്പമായിരിക്കും ഗോവിന്ദചാമി ഉണ്ടാകുക. മാത്രമല്ല എസ്കോർട്ടിംഗ് വാഹനവും ഉണ്ടാകും. അങ്ങനെ പോലീസ് എസ്കോർട്ട് സഹായത്തോടു കൂടിയാണ് പോലീസ് വാഹനത്തിൽ ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഈ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുക. അതുകൊണ്ട് ഇന്നലെ സംഭവിച്ചത് നമുക്കറിയാം, അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ സുരക്ഷ, പോലീസിന്റെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ 14 ദിവസത്തെ റിമാൻഡ് തടവുകാരനായി കൂടിയാണ് ഗോവിന്ദചാമി കഴിയുന്നത്. ഇന്നലെ ജയിൽച്ചാട്ടവുമായി ബന്ധപ്പെട്ട കേസിലാണ് 14 ദിവസത്തെ റിമാൻഡ് ഈ ഗോവിന്ദചാമിക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം നമ്പർ ബ്ലോക്കിൽ തന്നെ ഇപ്പോഴും ഗോവിന്ദചാമിയുണ്ട്. പക്ഷേ ആ മുറിച്ച, അതായത് കമ്പികൾ മുറിച്ച സെല്ലിലല്ല, മറ്റൊരു സെല്ലിലാണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ പാർപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്നുമാണ് ഇന്നലെ DIG വ്യക്തമാക്കിയിരുന്നു ഇയാളെ ജയിൽ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തും എന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ജയിൽ മാറ്റാനുള്ള ആ തീരുമാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ വലിയ സുരക്ഷ നൽകിക്കൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അല്പസമയത്തിനകം ഇവിടെ നിന്നും വിയ്യൂരിലേക്ക് വരാം.